ഇത് സപ്താഹ വിശേഷത്തിൻ്റെ പാർട്ട് 2 വീഡിയോയാണ്. ആ കാണുന്നതായിട്ടും എൻ്റെ സ്കൂൾ. ഇവിടെയായിരുന്നു എൻ്റെ +1 +2 കാലം ഞാൻ ചിലവഴിച്ചിരുന്നത്. ബസാറിൽ നിന്ന് ഇങ്ങ് വരെ നടക്കുമ്പോൾ പണ്ടൊന്നും ക്ഷീണമൊന്നും തോന്നിയിരുന്നില്ല. ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ എന്തൊക്കെയോ ഓർമ്മകളിങ്ങനെ മിന്നി മറഞ്ഞു പോകുന്ന പോലെ തോന്നുന്നുണ്ട്. ആ കാണുന്നതായിട്ടും അമ്പലം. ഇവിടെയാണ് സപ്താഹം നടക്കുന്നത്. എന്നും രാവിലെ ഇവിടെ വന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. ടീച്ചേഴ്സിൻ്റെ കയ്യിൽ നിന്ന് വഴക്ക് കേൾക്കല്ലേ എന്ന് പറഞ്ഞായിരുന്നു അന്നത്തെ പ്രാർത്ഥന. ഇനി നമുക്ക് കുറച്ച് സപ്താഹ അങ്ങനെ അകത്ത് കയറി കുറച്ച് നേരം ആചാര്യൻ്റെ പ്രഭാഷണം കേട്ടിരിക്കാൻ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. നമ്മളങ്ങ് അതിനകത്ത് ലയിച്ചിരുന്നു പോവും. അതുപോലത്തെ പ്രഭാഷണമായിരുന്നു. പിന്നെ ഞങ്ങൾ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും വെളിയിലിറങ്ങി, കാരണം വിശപ്പായി തുടങ്ങിയായിരുന്നു. വെളിയിലിറങ്ങിയപ്പോഴാണ് ആൾക്കൂട്ടത്തിൻ്റെ ഇടയിൽ ഒരു കുഞ്ഞു തല കണ്ടത്. വേറെ ആരുമല്ല, നമ്മുടെ ധുവനാണ്. ധുവിനോട് വരുന്നില്ലേടാ വീട്ടിലേക്ക് നിൽക്കുന്നു ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവൻ പറഞ്ഞു ഇനി സപ്താഹം കഴിഞ്ഞേ വീട്ടിലേക്കുള്ളൂ എന്ന്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞങ്ങൾ അഞ്ജുനെ കണ്ടത്. അവൾ ശരിക്കും സർപ്രൈസ് ആയിട്ടോ, കാരണം അവളോട് പറയാതെയാണ് നമ്മൾ ഈ പരിപാടിക്ക് വന്നത്. പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാനിരുന്നു. കിടിലം ഫുഡായിരുന്നു, ഒരു രക്ഷയില്ലാത്ത ഫുഡ് കഴിച്ച് കഴിഞ്ഞ് കുറച്ച് നേരം ആൽത്തറയിൽ ഇരുന്നപ്പോൾ നമ്മൾ വേറെ ഏതോ ലോകത്തേക്ക് പോകുന്ന പോലെ തോന്നി. എന്തൊരു ശാന്തത, സമാധാനം. അങ്ങനെ ഓർമ്മകളൊക്കെ ബാക്കിയാക്കി അമ്പലത്തിനോടും ആൽത്തറയോടും എൻ്റെ പ്രീ സ്കൂളിനോടും യാത്ര പറഞ്ഞ് ഞാൻ പതുക്കെ അവിടെ നിന്ന് ഇറങ്ങി.